ഹലോ അസ്സാം വലൈക്കും നഹ്ലാസിയ ഹോപ്പ് യു ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് യൂറോപ്പിലെ ലാർജസ്റ്റ് വാട്ടർഫാളിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു റെയിൻഫാൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്തുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും അതെങ്ങനെ ഉണ്ടായിരുന്നതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. 5 CHF ആണ് നമുക്ക് റേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതെനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ വാട്ടർഫാൾക്കൊന്നും അധികം പോയിട്ടില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ ലാർജസ്റ്റ് ആയതുകൊണ്ട് തന്നെ പുതിയൊരു കൺട്രിക്ക് നമുക്ക് പോകുന്ന സമയത്തുള്ളത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാതുമാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഷോപ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് സുവെനിയേഴ്സും അതുപോലത്തെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാവരും നമ്മളെല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ കുഞ്ഞ് സുവെനിയർ കിട്ടുന്ന ഒരു ഷോപ്പ് എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് വരുന്ന സമയത്താണ് കേട്ടോ സുവെനിയറും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ ഉള്ളത് അവിടെ ഒരു നമ്മുടെ പശുകളുടെയും കുറച്ച് സീറ്റിംഗ് ഏരിയാസാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാത്തിലും ഹമാത് നേരെ കയറി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെയിൻഫാൾക്കുള്ള എൻട്രി ഫീ ഞാൻ പറഞ്ഞല്ലോ 5 CHF ആണെന്നുള്ളത്. കുട്ടികൾക്ക് 3 ആണ് കേട്ടോ. 3 CHF ആണ് വരുന്നത്. നിങ്ങൾ യൂറോപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ ഈ റെയിൻഫാൾ എന്നുള്ളത്. ഇത് മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും സ്വിറ്റ്സർലാൻഡിലെ മെയിനായിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. മസ്റ്റ് വിസിറ്റ് എന്ന് പറയാം റെയിൻഫാൾ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ എൻട്രൻസിലോട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ കുറേ കാണാനുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കഫേ ഉണ്ട്. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതുവരെ നമ്മൾ വാട്ടർഫാൾ കണ്ടിട്ടില്ല. അതിൻ്റെ മെയിൻ ഏരിയയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഓരോ പ്ലേസിലേക്ക് പോകുന്ന സമയത്തും ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ തോറും നമുക്ക് ആ റെയിൻഫോളിൽ കാണാനുള്ള ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു ഇതിൽ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു ഏരിയ കണ്ടത്. ആ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ നേരെ നമുക്ക് താഴേക്ക് പോവാം. പക്ഷെ ആ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 സൈഡും ഗ്ലാസ് ആയിരുന്നു. അതിൽ നിന്നാണ് ഫസ്റ്റായിട്ട് വ്യൂ ചെയ്യുന്നത് ഞാൻ റെയിൻഫാളിൻ്റെ വാട്ടർഫാൾ റെയിൻഫാൾ ഞാൻ അവിടെ നിന്നാണ് ഫസ്റ്റായിട്ട് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ഭയങ്കര ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. എല്ലാവരുടെയും ടിക്കറ്റ് സ്കാൻ ചെയ്താലും ഓരോരുത്തർക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു. ഞങ്ങൾ നേരെ അവിടുത്തെ സ്റ്റെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് പോവുകയാണ് കേട്ടോ. ലിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ എത്തുമല്ലോ. അത് കാരണം ആ ഒരു ഫീല് നമുക്കത് കണ്ടുകൊണ്ടേ നടക്കാനുള്ളൊരു ഫീല് കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റെയർസാണ് യൂസ് ചെയ്തത്. എൻട്രൻസ് കയറിയ ശേഷം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡിന്നറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ റിസർവ് ചെയ്ത് വെച്ച ചെറിയൊരു പ്ലേസ് ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് നേരത്തെ തന്നെ റിസർവ് ചെയ്യണം കേട്ടോ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ ജേർണി ആരംഭിച്ചു. നേരെ സ്റ്റെയർസ് യൂസ് ചെയ്തിട്ട് വാട്ടർഫാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്സ് ഇറങ്ങും തോറും എക്സൈറ്റ്മെൻറ്റ്സ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ്സ്. ഈ റെയിൻഫാൾ എന്ന് പറയുന്നതുണ്ടല്ലോ മോസ്റ്റ് പവർഫുൾ റെയിൻഫാളാണ് കേട്ടോ യൂറോപ്പിലുള്ളത്. അതേപോലെ തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്കാഫസണും അതേപോലെ തന്നെ സൂറിക്കിൻ്റെ ബോർഡറിൽ അതിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ. ഇൻ ബിറ്റ്വീൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് ഈ റെയിൻഫാൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുള്ളത് നോർത്തേൺ സ്വിറ്റ്സർലാൻഡിലാണ് ഉള്ളത്. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 22 മീറ്ററും വിഡ്ത്ത് 150 മീറ്ററുമാണ് ഉള്ളത് കേട്ടോ.
അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കുന്തോറും നമ്മൾക്ക് എന്താ പറയുക നെഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ. കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞാനിങ്ങനെ നമ്മുടെ വാട്ടർഫാൾ ഇങ്ങനെ കാണാൻ തുടങ്ങുന്ന സമയത്തും അവിടെ നിന്നൊക്കെ ഞാൻ ഓരോ സ്ഥലത്തും നിന്നിട്ട് ക്യാപ്ചർ ചെയ്ത വീഡിയോസാണ് ഓരോന്നും. നമ്മൾ അടുത്തെത്തുന്ന സമയത്തുള്ള വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ മെയിനായിട്ടുള്ള ആ ഒരു പ്ലേസിലെത്തി കേട്ടോ. ഇവിടെ നിന്നാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ആ വാട്ടറിൻ്റെ സൗണ്ടും ഫ്ലോസും കാര്യങ്ങളും കാണുമ്പോൾ എന്തൊരു രസമായിരുന്നല്ലോ. ശരിക്കും വീഡിയോയിലൊന്നും ശരിക്കും എന്താ പറയുക പതിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം എന്താ വെച്ചാൽ അത് ഫുള്ളും പതിഞ്ഞത് എൻ്റെ മനസ്സിലാണ്. അത് കണ്ണിൽ കൂടെ കണ്ട കാഴ്ചകൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ചെറിയൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ഫോട്ടോ സെക്ഷനായല്ലോ, അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ തന്നെ ഒരു ചെറിയൊരു ഗുഹ ഉണ്ട് കേട്ടോ. ആ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പോണ സമയത്ത് അവിടെ കാണാൻ പറ്റുന്ന നമുക്ക് നേരിട്ട് ശരിക്കും റെയിൻഫോളിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണം ആ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് കേട്ടോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും ആ വാട്ടറൊക്കെ നമ്മുടെ മേലേക്ക് ഇങ്ങനെ തെറിക്കണ ആ ഒരു ഫീലൊക്കെ കിട്ടിയത് ഇവിടെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിന്ന് അതിൻ്റെ വെള്ളങ്ങളും വാട്ടർഫാളിൻ്റെ അതൊക്കെ ഭയങ്കര ഫീൽ ചെയ്ത് കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ വന്ന സമയത്താണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്തായാലും അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ആദ്യം വിചാരിച്ച് ബോട്ടിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ബോട്ടിംഗ് ഇല്ലാതെ നമുക്കൊരു രക്ഷയില്ല. ഈ ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നതും. അവിടെ നിന്ന് ഞങ്ങൾ 60 CHF കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറി കേട്ടോ. കുട്ടികൾക്ക് വരുന്നത് 10 അത് അഡൽട്ട്സിനും 20 വരുന്നത്. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് 60 അങ്ങനെ ബോട്ടിലേക്ക് കയറി. ഇത് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് നിങ്ങൾ റെയിൻഫോൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ റെയിൻഫോൾ പോയിട്ട് ഈ ബോട്ട് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ലൈഫിൽ മിസ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു പോകുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസൊക്കെ അത് എനിക്ക് വീഡിയോ കൂടി പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നമ്മൾ ഈ ബോട്ടിൽ നേരെ പോണത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് ഈ ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ സ്റ്റേജൊക്കെ കൂട്ടി ഏറ്റവും മുകളിലൊരു ഫ്ലാഗ് ഉണ്ട്. ആ ഫ്ലാഗിലേക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വെയിറ്റ് ചെയ്താലും മതി. പക്ഷെ നമ്മൾ കാണാനും ആ വ്യൂ ശരിക്കും കാണാനും ആണല്ലോ നമ്മൾ പോണത്. എന്നെ പോലെ തന്നെ അയാനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ. അതുപോലെ ഹംദു ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. എന്നാലും പേടി പുറത്ത് കാണിക്കില്ല കേട്ടോ. എനിക്കൊന്നും പേടിയില്ല എന്നുള്ളൊരു മട്ടിലാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. നമുക്കതവിടെ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. വാട്ടറൊക്കെ എത്രത്തോളം നമ്മൾ അതിൻ്റെ ആ വാട്ടർഫാളിൻ്റെ അടുത്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കൂടെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. അവിടുന്ന് സ്റ്റേഴ്സ് കയറി ഏറ്റവും ടോപ്പിലേക്കാണ് പോയിട്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ കയറിയിട്ട് അവർ തിരിച്ച് റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ കണ്ടിട്ട് എല്ലാതും കണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം പുറത്തേക്ക് അതേപോലെ നമ്മൾ ഇതേപോലെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്ത് നമ്മൾ ബോട്ട് വരുന്ന സമയത്ത് തിരിച്ചു പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതൊരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം കേട്ടോ. എത്രയോ ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്, കണ്ണുകൂടെ കാണുന്ന ആ ഒരു കാഴ്ച എന്തായാലും നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇതിന് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിച്ചാൽ മതി.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല കേട്ടോ, ഓരോ ടൈമിൽ നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. ഒരു ഇന്ന സ്ഥലത്തിൻ്റെ ടൈമിങ്ങും ഇന്നതിൽ നമ്മൾ ആ ഒരു 10 days ട്രിപ്പിലാണ് നമ്മൾ ഈ ഓരോ സ്വിറ്റ്സർലാൻഡിലേക്ക് യൂറോപ്പിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസം റെയിൻഫോൾ മാത്രം സ്പെൻഡ് ചെയ്യാനുള്ളതല്ല, ഞങ്ങൾക്ക് ഓരോ പ്ലേസിലേക്കും പോകണം. ഓരോ പ്ലേസിലും പോകുമ്പോൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും മനോഹരമായിരുന്നു നമ്മുടെ ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു യൂറോപ്പ് ട്രിപ്പ് എന്തായാലും ഒരു ബക്കറ്റ് ലിസ്റ്റിൽ എന്തായാലും വെക്കണം. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാണ്ടിരിക്കാമല്ലോ, ദുബായിൽ മാത്രം ഡ്രൈവ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടുന്ന് അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കൂടുതൽ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.